ഹായ്, എല്ലാവർക്കും നമസ്കാരം. ആശാ വീടിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ. എനിക്ക് ഇന്ന് ഭയങ്കര സങ്കടമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളിന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുവൈറ്റിലെ തീപിടുത്തം. ഒത്തിരി മലയാളികൾ 33, 34 പേരെങ്ങാണ്ട് മരിച്ചിട്ടുണ്ട്. ഒരുപാട് 45 പേരോളം മരണം അടഞ്ഞു കഴിഞ്ഞു. എന്ത് ചെയ്യാം? ജീവിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പാടൻ വീട് വെക്കാൻ എല്ലാത്തിനും വേണ്ടിയിട്ടാണ് ഓരോ സ്വപ്നങ്ങൾ കണ്ടാണ് ഓരോരുത്തർ ഒരു രാജ്യത്ത് പോയി കുടുംബത്തിനെ ഉപേക്ഷിച്ച് മക്കളെ പിരിഞ്ഞുമൊക്കെ കുടുംബത്തെ വേർപെട്ടും മക്കളെ പിരിഞ്ഞുമൊക്കെ പോയി നിന്ന് അവസാനം അവരിതാ ജീവനില്ലാത്ത ആയിട്ട് വരികയാണ്. എന്താ ചെയ്യുന്ന അല്ലേ? ഓരോരുത്തരുടെ ജീവിക്കാനുള്ള സ്വപ്നങ്ങളാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ എത്ര പേരാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് ഓരോ കുടുംബങ്ങൾ ഇത് കാണുന്ന നിങ്ങൾക്കിടയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇത്രയൊക്കെ ഉള്ളൂ ജീവിതം. ഇത്രയേ ഉള്ളൂ ജീവിതം. നമ്മൾക്ക് എപ്പോൾ വേണേലും ഈ ഭൂമിയിൽ നമ്മൾ പോകാം. അതിൻ്റെ ഇടയിൽ വഴക്കുണ്ടാക്കി ബഹളം ഉണ്ടാക്കി നമ്മൾ കുറച്ചൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കണം. ഈ സന്തോഷം ഇല്ലാതെ ജീവിച്ചിട്ട് എന്താ കാര്യം? നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് കുറച്ച് ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രം അനുഭവിക്കാൻ വേണ്ടിയിട്ടല്ല. നമുക്ക് ഒരു നമ്മുടേതായ സന്തോഷം കൂടെ കണ്ടെത്തണം ഈ ജീവിതത്തിൽ. അത് കുഞ്ഞുങ്ങളോട് കുറച്ച് സമയം ചെലവഴിക്കാനും നമ്മുടെ കുടുംബത്തോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാനും ഒക്കെ നമ്മൾ സമയം കണ്ടെത്തണം. അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ജീവിച്ച് നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. അതുങ്ങൾക്കൊരു സന്തോഷം ഇട്ട് കൊടുക്കാനും നമുക്ക് സാധിക്കത്തില്ലാതെ വരും. ഇപ്പൊ ഈ മരിച്ചവരത്രയും ഈ വിഷമിച്ച് സങ്കടപ്പെട്ട് ഇപ്പം നമ്മൾ ഇരിക്കുന്നതിനേക്കാൾ 100 ഇരട്ടി അവരുടെ വീട്ടുകാരിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. അവരുടെ മക്കളുള്ളവരുടെ അവസ്ഥയൊക്കെ ആലോചിക്കുക. കുഞ്ഞുങ്ങൾക്ക് ഇനി അവരുടെ അച്ഛൻ ഇല്ല, അമ്മയ്ക്ക് മകനില്ല, ഭാര്യയ്ക്ക് ഭർത്താവില്ല. അങ്ങനെ അവരുടെ കുടുംബം ഇന്ന് വല്ലാതെ വിഷമത്തിലായിരിക്കും. വീടൊക്കെ കണ്ടു എത്രയോ പേരാണ് വീടെന്നുള്ള സ്വപ്നമായിട്ടാണ് എല്ലാവരും പോകുന്നത്. ഇപ്പം ഞങ്ങളും ഇതുപോലെ ഇവിടെ വന്നത് ഈ നാട് വിട്ട് ഇവിടെ വന്ന് താമസിക്കുന്ന വീടെന്നുള്ളൊരു സ്വപ്നം കൊണ്ടാണ്. എത്ര ശ്രമിച്ചിട്ടും അത് സാധിക്കുന്നില്ല. കടമില്ലാത്തൊരു ജീവിതം സാധിക്കുന്നില്ല. എത്രയോ വർഷമായി, 20 വർഷത്തോളമായി ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് കിടന്നലയുന്നു. ജീവിച്ചൊരു കുറച്ച് തീരെ ചെറുപ്പത്തിൽ വിവാഹിതയായതാണ്. വിവാഹം കഴിച്ചവരാണ് ഞങ്ങൾ. 21 വർഷത്തോളമായി വിവാഹം. 21 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. ഇതുവരെ സ്വന്തം ഒരു വീട്, അങ്ങനെ ഒരു സ്വപ്നം ഉണ്ടായി. കടമാണ് മൊത്തം. നമുക്ക് കടം കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ലാത്ത അവസരം എന്ന് വെച്ചാൽ കുറേയൊക്കെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കൊച്ചുങ്ങൾ എങ്ങനെയാലും നമ്മുടെ അവസ്ഥ വരരുതെന്ന് ഓർത്തിട്ട് അതുങ്ങൾ പഠിച്ച് നിങ്ങളുടെ കാര്യം നോക്കട്ടെ എന്ന് ഓർത്ത് നമ്മുടെ സന്തോഷങ്ങളൊക്കെ മാറ്റിവെച്ച് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെച്ച് നിങ്ങളെ നമ്മൾ പഠിപ്പിക്കുകയാണ്. പഠിക്കുന്ന കുട്ടികൾ പഠിക്കട്ടെ എന്ന് കരുതിയിട്ട് നമുക്ക് കിട്ടാത്തത് അവർക്ക് കൊടുക്കാന്നുള്ള വേണ്ടിയിട്ടാണ്. പക്ഷെ മക്കളൊന്നും അതിൻ്റെ മൂല്യം തിരിച്ചറിയുമെന്നൊന്നും അറിയില്ല. കുറെ കഴിയുമ്പോൾ ഏതെങ്കിലും അനാഥാലയത്തിലോ വൃദ്ധസദനത്തിലൊക്കെ ആവുമെന്നൊന്നും അറിയത്തില്ല. എങ്കിൽ പോലും ഈശ്വരൻ അങ്ങനെയൊന്നും വരുത്താതിരുത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. മക്കൾക്ക് പൈസ ഇങ്ങോട്ട് എടുത്തു എന്ന് പറയുമ്പം അങ്ങ് എടുത്തു കൊടുക്കണം. ഇപ്പം ഇത് സാധിക്കണമെന്ന് പറഞ്ഞാൽ സാധിക്കണം. നമ്മളില്ല എന്ന് പറഞ്ഞാൽ അതവർക്ക് എന്താണ് ഇല്ലാത്തതെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ കഷ്ടപ്പെടുന്ന നമ്മുടെ ബുദ്ധിമുട്ടൊന്നും മക്കൾക്ക് ബാധകമല്ല. എനിക്കിപ്പോൾ അവരുടെ പണി തീരാത്ത വീടുകളൊക്കെ കണ്ടപ്പം എനിക്ക് സങ്കടം വന്നു. സങ്കടം സങ്കടം പറയാൻ ഒരാൾ പോലും ഇല്ലല്ലോ നമുക്കിന്ന് സംസാരിക്കാനോ സങ്കടം പറയാനൊക്കെ ആളുണ്ടാവണ്ടേ അടുത്ത്. അങ്ങനെ ഒരു നല്ലൊരു കൂട്ടോ അങ്ങനെ ഒന്നുമില്ല. ജീവിതം ഇങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ജീവിക്കുന്ന ഈ നിമിഷം മാത്രമേ നമ്മുടെ ജീവിതമുള്ളൂ. ഇപ്പം ഈ ജീവിക്കുന്ന ഈ നിമിഷം, നാളെ എന്താവുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ അനുഭവങ്ങളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് ഇട്ട് തരുന്നത് നമ്മൾ കുറേ കള്ളു കുടിച്ച് ബഹളം ഉണ്ടാക്കി വീട്ടിൽ വഴക്കുണ്ടാക്കി കുറേ അത് അങ്ങോട്ട് പോയി കുറേ ഇങ്ങോട്ട് പോയി അങ്ങനെയല്ല. നമുക്ക് കുടുംബത്തിലൊരു സന്തോഷം ഉണ്ടാക്കി തരണം. ഓരോ മക്കളെയൊക്കെ പഠിക്കാൻ വിട്ട് കഴിയുമ്പോൾ ആ മക്കൾ ദൂരെ സ്ഥലങ്ങളിലൊക്കെ പോയി കാണിച്ചു കൊടുക്കുന്ന കോലങ്ങൾ കാണുമ്പോൾ നമുക്ക് തന്നെ സങ്കടം ഉണ്ടാവും. നമ്മുടെ മക്കൾ എൻ്റെ മക്കളായിരിക്കുകയല്ല അതങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണുന്നത്. ഒരു പക്ഷേ ഞാനപ്പോൾ ആലോചിക്കുന്നത് എൻ്റെ സ്ഥാനത്തുള്ള ഏതെങ്കിലും അച്ഛനും അമ്മയുടെയും മക്കളായിരിക്കുമല്ലോ എന്ന് ആലോചിക്കും. അതൊന്നും ഓർത്തിട്ടൊരു കാര്യമില്ല.
അങ്ങനെ ആലോചിക്കേണ്ട കാര്യമില്ല. അവരവരുടെ കാര്യം നോക്കിക്കോളും എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഏഹ്, നമ്മൾ നാളെ ഒരു ഈ നമ്മുടെ ഈ ഇവിടെ നമ്മൾ ജീവിക്കുന്ന അത്രയും കാലം നമ്മളൊരു കുടുംബമായിട്ടൊക്കെ ജീവിക്കേണ്ടവരാണ്. അപ്പൊ നാളെ ആ കുടുംബം ജീവിച്ചു തുടങ്ങുമ്പോൾ നെല്ലും പതിരും തിരിഞ്ഞ് എല്ലാം നല്ല ശുഭാപ്തി വിശ്വാസത്തോടെ നല്ലതായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു കല്ലുകടിയും കൂടാതെ ജീവിതം മുമ്പോട്ട് പോകണമെങ്കിൽ ആയുസ്സോടെ ജീവിക്കണമെങ്കിൽ നല്ല ആരോഗ്യത്തോടെ ആയുസ്സോടെയും നല്ലൊരു ആരോഗ്യമുള്ള കുടുംബജീവിതം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഈ കൗമാരപ്രായത്തിൽ തന്നെ ശ്രമിക്കണം. ഈ കൗമാരപ്രായത്തിലെ യൗവനത്തിൻ്റെ പകുതിയുമൊക്കെ ഇങ്ങനെ കറങ്ങി ചുറ്റി നടന്ന് ജീവിതം നശിപ്പിച്ച് എല്ലാം ജീവിച്ചിട്ട് നാളെ ഒരു സുപ്രഭാതത്തിൽ വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ കുറ്റബോധം തോന്നരുത്. ആർക്കും ഒരു കുറ്റബോധം തോന്നരുത്. പിന്നെ സംശയങ്ങൾ ഉണ്ടാവരുത്. ഉം. അങ്ങനെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ എപ്പോഴും ഒരാളെ സ്നേഹിക്കുമ്പോൾ അത് ആത്മാർത്ഥമുള്ളതായിരിക്കണം. ആത്മാർത്ഥ സ്നേഹമല്ലാതെ മറ്റൊരാളുമായിട്ട് ഒരു സൗഹൃദത്തിനും പോകാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഞാനീ പറഞ്ഞത് നമ്മുടെ ജീവിതമൊക്കെ ഇത്രേ ഉള്ളൂ. കുറച്ച് നാളത്തേനേ ഉള്ളൂ. ഈ നിമിഷത്തേനേ ഉള്ളൂ. അപ്പോൾ ആ ജീവിതം നന്നായിട്ട് ജീവിക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം. കിട്ടുന്ന കാശ് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കിട്ടുന്ന കാശൊക്കെ എത്രയും കുറച്ചെങ്കിലുമൊക്കെ കുടുംബത്തിന് വേണ്ടിയിട്ട് മാറ്റിവെച്ച് ഈ വിവാഹം കഴിക്കാതെയൊക്കെ അടിച്ചു പൊളിച്ച് നടക്കുന്ന യൗവനങ്ങളായിട്ടുള്ള കുട്ടികളൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയുകയാണ്, നിങ്ങൾ നാളെ ഒരു കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് അസ്വസ്ഥമില്ലാതെ നല്ല ആരോഗ്യമുള്ളൊരു കുടുംബജീവിതം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ഈ നല്ല പ്രായത്തിൽ ഈ നശിപ്പിച്ച് കളയുന്നുണ്ടെങ്കിൽ കാശൊക്കെ നശിപ്പിച്ച് കളയുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സ്വരുക്കൂട്ടി വെക്കുക. കള്ള് കുടിച്ചും കുറേ ബീഡി വലിച്ചും സിഗരറ്റ് പുകച്ചും കുടുംബം ഉണ്ടാവണം. കുടുംബത്തിന് അടിത്തറ എന്താണ്? വീടാണ്. വീടില്ലാത്തവർ ഇപ്പോൾ ഒരു വീട്ടിൽ രണ്ടോ മൂന്നോ മക്കളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ 2 മക്കളുണ്ടാവും. 2 പേർക്കും കൂടെ ഒരുമിച്ച് ഇന്നത്തെ കാലത്ത് ഒരിക്കലും മുമ്പോട്ട് പോയി ഒത്തൊരുമിച്ച് മുമ്പോട്ട് ജീവിതം സുഗമമാകില്ല. കാരണം പണ്ടത്തെ പോലെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരു കുടുംബവും ഇന്നില്ല. അപ്പോൾ ഉറപ്പായിട്ടും നമുക്കൊരു വീട് വേണമെന്നുള്ളത് വിവാഹം കഴിക്കുന്നതിൻ്റെ തലേദിവസം അല്ല ആലോചിക്കേണ്ടത്. നമ്മൾ എപ്പോഴും വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു കുടുംബവും ഒരു വീട് നമ്മൾ ഉണ്ടാക്കിയിരിക്കണം. നമുക്കൊരു 2 സെന്റ് ആണെങ്കിലും അല്ലെങ്കിൽ 3 സെന്റ് ആണെങ്കിലും മേടിച്ച് അവിടെ നല്ലൊരു വീട് വെച്ച് അതിൽ വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാവുള്ളൂ. പിന്നെ നിങ്ങൾ ജീവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ കയ്യിൽ 10 പൈസ ഉണ്ടാവും. നിങ്ങൾക്ക് സമ്പാദിക്കാം. അസുഖങ്ങളൊന്നും വരത്തില്ലേ ദൈവമേ എന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ മതി. കേറിക്കിടക്കാൻ ഒരിടമുണ്ടെങ്കിൽ വലിച്ചൊന്നും അല്ല നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിച്ച് കളയേണ്ട കാര്യമില്ല. അതൊക്കെ മാറ്റി വെക്കുക. നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണം. നമുക്ക് നാളെ കുഞ്ഞുങ്ങളുണ്ടാവും. കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണം. നമുക്കൊരു കുടുംബം വാടക കൊടുക്കാതെ കേറിക്കിടക്കാൻ ഒരിടം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അത് ഇല്ലാത്തവർ എത്ര ശ്രമിച്ചാലും ഒരായുസ്സ് മുഴുവൻ കഷ്ടപ്പെട്ടാലും ഒരു വീട് എന്ന സ്വപ്നം അവർക്ക് ബാക്കിയാണ്. അങ്ങനെ എത്ര ശ്രമിച്ച് മക്കളെ പഠിപ്പിച്ച് വലുതാക്കി അവർ വാങ്ങിക്കുന്ന ആ വീട്ടിൽ നമ്മൾ താമസിക്കുമ്പോൾ അവരുടെ എല്ലാ അവഗണനയും നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരും. എന്നാൽ നമുക്ക് നമ്മുടേതായ സ്വാതന്ത്ര്യം അനുഭവിക്കണമെങ്കിൽ നമ്മൾ കെട്ടിപ്പടുക്കുന്ന ആ വീട്ടിൽ തന്നെ താമസിക്കണം. നമ്മുടെ മക്കൾ നാളെ പഠിച്ചുദ്യോഗസ്ഥരായി വേറെ വീട് വെച്ചോട്ടെ എങ്കിലും നമുക്ക് കയറിക്കിടക്കാൻ ഒരിടമുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ഉഴപ്പി നടക്കുന്ന സമയം ആ ഉഴപ്പ് ഇപ്പം മാറ്റി വെച്ചാൽ ഇപ്പോൾ 20 വയസ്സ് തൊട്ടുള്ള ഒരു 30 വയസ്സ് വരെയൊക്കെയുള്ള ആളുകൾ വിവാഹം കഴിക്കാതിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉഴപ്പ് നിങ്ങൾ മാറ്റി വെക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് ഒരു കുടുംബം എന്ന സ്വപ്നം നിങ്ങൾ കാണൂ. ആ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ഇപ്പോഴേ പ്രയത്നിക്കൂ. ഒരു വീടെന്ന സ്വപ്നം നിങ്ങൾ കാണൂ. ഇപ്പം നിങ്ങൾ വീടുണ്ടായിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും ഒരു 5 സെൻറ്റ് ഭൂമി എവിടെയെങ്കിലും മേടിച്ചിടാൻ നോക്കൂ. അതിലൊരു വീട് കെട്ടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള കാര്യങ്ങൾ നോക്കൂ. 1000 രൂപയ്ക്ക് പണിയെടുത്താൽ ഒരു 300 രൂപ നിങ്ങൾക്ക് ചിലവ് കഴിഞ്ഞാലും ബാക്കി 700 രൂപ ഒരു ബാങ്ക് ഡിപ്പോസിറ്റ് ഇടാൻ നോക്കൂ. നിങ്ങളുടെ ഭാവി ജീവിതം നിങ്ങൾക്ക് സുഗമമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ നോക്കാം. ഇന്ന് പണ്ടത്തെ പോലെ ആണുങ്ങൾ പണിക്ക് പോയിട്ട് പെണ്ണുങ്ങൾ
കുടുംബവും കുട്ടികളും നോക്കി വീട്ടിലിരിക്കുന്ന ആളുകളുടെ എണ്ണമൊക്കെ വളരെ കുറവാണ്. ഇന്ന് എല്ലാവരും രണ്ടുപേരും പണിക്ക് പോകുന്നവരാണ്. ഇപ്പം രണ്ടുപേരുടെ വരുമാനം, ഒരു വീടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വപ്നം സബലീകരിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇത് കേൾക്കുന്ന നല്ലവരായിട്ടുള്ള നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കൂ. ഇന്ന് ഈ ഗൾഫിലേക്കെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഈ കാണുന്ന പോലെ നമ്മുടെ കുടുംബത്തെ ഉപേക്ഷിച്ച്, നമ്മുടെ ചുറ്റുപാടിനെ ഉപേക്ഷിച്ച് പുറം രാജ്യത്തേക്ക് പോയി സമ്പാദിക്കാമെന്ന് വിചാരിച്ച് പോകുമ്പോൾ ഇതുപോലെ ജീവനറ്റ ശരീരമായിട്ട് തിരിച്ചു വരാതിരിക്കണമെങ്കിൽ, എപ്പോൾ വേണേലും മരിക്കാം, എങ്ങനെ വേണേലും മരിക്കാം, അത് നമ്മുടെ തലയിൽ എഴുത്താണ്. എങ്കിലും മരിക്കുന്ന സമയത്ത് നമ്മുടെ ബന്ധുക്കാരാരെങ്കിലും അടുത്തുണ്ടാകണമെന്നെങ്കിലും നമ്മൾ ആഗ്രഹിക്കത്തില്ലേ? എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാമെങ്കിൽ പോലും നമ്മുടെ പ്രിയപ്പെട്ടവർ അടുത്തുണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ആ സമയത്ത് ആ കുറച്ച് സമയമെങ്കിലും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും. ഏറ്റവും അവസാനത്തെ ആ സ്വപ്നം അവരുടെ മനസ്സിലേക്ക് ഓടിപ്പോയിട്ടുണ്ടാവും, ബോധമില്ലാതെ കിടന്ന ആ നിമിഷങ്ങളിൽ. അപ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളിപ്പോൾ ഉഴപ്പി നടക്കുന്നവരാണെങ്കിൽ, സമ്പാദിക്കാത്തവരാണെങ്കിൽ, നിങ്ങൾ നാളെ ഒരു കുടുംബമായിട്ട് സമ്പാദിക്കാൻ നിൽക്കാതെ ഇപ്പോഴേ നിങ്ങൾ ഒരു കുടുംബത്തിന് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കൂ. അപ്പം നിങ്ങളുടെ കുടുംബജീവിതം ശുഭമാകും. അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ ബൈ ബൈ.